ായും വചനപ്രഘോഷകനായും എഴുത്തുകാരനായും തുടങ്ങി എണ്ണമറ്റ മേഖലകളിലൂടെ തന്റെ ശുശ്രൂഷാ ജീവിതത്തെ അവിശ്രമം മുന്നോട്ട് നയിക്കുന്ന റവറന്റ് ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം വിവരണങ്ങൾക്കതീതനാണ്. തന്റെ പിതൃമാതാവിന്റെ ഇടപെടലുകൾ ഭക്തിയും വിശ്വാസവും വളർത്തുന്നതിന് പ്രധാനമായൊരു ഘടകമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ ഓർമ്മിക്കുന്നു. നിർബന്ധ ബുദ്ധിയോടെ തന്നെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളുമെല്ലാം അഭ്യസിപ്പിക്കുകയും ചെറുപ്പത്തിലെ തന്നെ പതിവായി പള്ളിയിൽ പോകുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ആ അമ്മ ഒരു തികഞ്ഞ പ്രേക്ഷിതനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വഹിച്ച പങ്ക് നിർണായകമാണ്. ദൈവം രൂപകൽപ്പന ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ അഭിഷിക്തൻ തന്റെ ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളിലൂടെ ദർശിക്കുന്ന ഒട്ടേറെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഇന്ന് അധ്വാനിക്കുന്നു. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന്റെ ജീവിതത്തെ ചെറുപ്പം മുതൽ മുന്നോട്ട് നയിച്ചിരുന്നതിൽ സഹനങ്ങൾക്കുള്ള പങ്ക് വലുതാണ്. ഇന്ന് കേരള സഭയുടെ അഭിമാന താരവും പ്രശസ്തനായ പണ്ഡിതനുമായി അംഗീകരിക്കപ്പെടുമ്പോഴും ആ നേട്ടങ്ങൾക്കു പിന്നിൽ എരിയുന്ന വേദനകളുടെ കനലുകളെ അദ്ദേഹം തിരിച്ചറിയുന്നു. സഹനങ്ങളെ ദൈവിക പദ്ധതികളുടെ ഭാഗമായി കാണുവാനും അവയിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുവാനും ലഭിച്ച കൃപ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റുകയായിരുന്നു. കഠിനമായ അധ്വാനം ചെറുപ്പകാലത്തിൽ തുടങ്ങിയതുകൊണ്ട് കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കും പല തരത്തിലുള്ള രോഗങ്ങൾ തുടങ്ങി. ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് പ്രധാനപ്പെട്ട 2-3 രോഗങ്ങളുണ്ടായിരുന്നു. ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അത് ആസ്മ ശ്വാസം മുട്ടൽ വലിവെന്ന് പറയും. അമ്മയ്ക്ക് ഈ ശ്വാസം മുട്ടൽ രോഗം ഉണ്ടായിരുന്നു. അമ്മയുടെ ഒരു ഇതായിട്ട് സമാനമായിട്ട് കിട്ടിയതാണ് ശ്വാസം മുട്ടലും വലിവും. പലപ്പോഴും ശ്വാസം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ചങ്കിന് വേദന ഉണ്ടാകാറുണ്ട്. അപ്പൻ്റെ പ്രധാന രോഗം ചങ്കിന് വേദനയായിരുന്നു. ഹാർട്ട് എന്താണെന്ന് കൃത്യം എനിക്കറിയാൻ പാടില്ല. ഏതായാലും ഈ വേദനയുണ്ട്, പലപ്പോഴും കൂടി പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ TB ബാധിച്ച പോലെ തോന്നി, ക്ഷയിച്ചു. ബാലക്ഷയമാണ്. അപ്പോൾ ഒരു 16 വയസ്സാകുമ്പോഴത്തേക്ക് 15 SLC പാസ്സായി. അന്നേരത്തേക്കും തീരെ ക്ഷീണിച്ചായിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ തൊട്ട് കൂടുതൽ ക്ഷയിച്ചു വരിക. അപ്പം പള്ളിയിൽ പോകുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ എംബ്രയിലായ ഞങ്ങളൊന്നിച്ച് പഠിച്ചു 3 പേരുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ എംബ്രയിലും സെബാസ്റ്റ്യൻ പൂക്കുളവും ഞാനും. ഞങ്ങൾ 3 ഒന്നിച്ച് SLC പാസ്സായതാണ്. സെബാസ്റ്റ്യൻ എംബ്രയിൽ നേരത്തെ സെമിനാരിൽ പോയി. പൂക്കുളവും ഞാനും പോകാതെ വന്നു. അവനും വലിയ താല്പര്യമുണ്ടായിരുന്നു, എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു പന്നിയാമാക്കൽ ബ്രദറുണ്ടായിരുന്നു. പുള്ളിക്കാൻ ലോവയിൽ കിട്ടും നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ജോണച്ചൻ അച്ഛനുമായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ പോയി. പക്ഷേ എൻ്റെ ആരോഗ്യം വളരെ മോശമായി. ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പ്രയാസം, ക്ഷീണമായി, ശരീരം വളരെ ശോഷിച്ചു, ശ്വാസം വിടാൻ ബുദ്ധിമുട്ട്. ചികിത്സിക്കാനായിട്ട് ഇവിടെ പോകും. അവസാനം കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞ സ്ഥലം, ഇപ്പോൾ വളാഞ്ചേരി, അവിടെ ഗുരുക്കളുടെ ഒരു സ്ഥലമുണ്ട്. ചാച്ച തന്നെ അവിടെ കൊണ്ടുപോയി ഗുരുക്കളുടെ അടുത്ത് പോയി മരുന്ന് കണ്ടെത്തുന്നു. പക്ഷെ എനിക്കവിടെ ഒരു ഉപകാരം ഉണ്ടായില്ല. അപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിട്ട് അവസാനിച്ചു. എല്ലാവരും തോന്നുന്നു എനിക്ക് ശ്വാസം വിടാൻ പ്രയാസമുണ്ട്, ഏറ്റെടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്, ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല, ശരീരം തന്നെ ശോഷിച്ചു, മിക്കവാറും ഇത് അവസാനിച്ചു എന്നൊരവസ്ഥയായി. അച്ഛനും അങ്ങനെ തന്നെ തോന്നിയോ? എനിക്ക് തോന്നിയിരുന്നു. അതിനിപ്പം വലിയധികം പഴക്കമൊന്നും ഇല്ലാന്ന് തോന്നി. കാരണം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചെയ്താലും ക്ഷീണം, പള്ളിയിൽ പോകാൻ തന്നെ റബ്ബർ വെട്ടുന്നതൊക്കെ എന്നെ കൊണ്ടായി വയ്യാണ്ടായി. എന്നെ മരണത്തിന് ഒരുങ്ങാന്നുള്ളതാണ്. എന്തൊരുക്കുക, അന്നത്തെ 15-16 വയസ്സിൽ എന്താ ഒരുങ്ങാതിരിക്കുന്നത്? അങ്ങനെയൊക്കെ പോയി. തീരെ ചെറുപ്പത്തിൽ ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടായിരുന്ന വേദനയുടെ അർത്ഥം ഗ്രഹിക്കുവാൻ ക്രമേണ അദ്ദേഹത്തിന് കഴിഞ്ഞു. തനിക്ക് സഹനങ്ങൾ നൽകുന്നതും അതിൽ നിന്ന് അത്ഭുതകരമായി പിടിച്ചു കയറ്റുന്നതും ദൈവം തന്നെയെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ ദൈവത്തോട് വീണ്ടും അടുപ്പിച്ചു. ഒന്നിലേറെ തവണ കൈവിട്ടുപോയി എന്ന് ഏവരും കരുതിയ ആ ജീവിതം ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലുകളുടെ ഫലമായി തിരികെ ലഭിച്ചപ്പോൾ ആ ജീവിതം ദൈവത്തിന് തന്നെ കാഴ്ചയർപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചത് യാദൃശ്ചികമായാണ്.
എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം ഇനിയും തടസ്സങ്ങളിൽ നിന്ന് വിമുക്തമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു അയൽക്കാരുണ്ടായിരുന്നു, ഒരു ഔസപ്പച്ചൻ കാപ്പിൽ എന്ന് പറയും. പുള്ളിക്കാരൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അന്നത്തെ പുള്ളി ഒരു യോഗാഭ്യാസിയാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പോകാറുണ്ട്. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഈ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് പറയാമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാം, പുള്ളിക്കും താല്പര്യം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പുള്ളി എടുത്തു. ഇതൊക്കെ ഇട നിനക്ക് എന്നാ പറ്റും, നീ ഇങ്ങനെ ചാന്ന്. ഓ ഞാൻ ചാൻ പോവുക. അല്ല, അങ്ങനെ ചാവണം നിർബന്ധമുണ്ട്. നിർബന്ധം ഉണ്ടായിട്ടല്ല, പിന്നെന്താ കുഴപ്പം. ഇതൊക്കെയാണ്. നീ ഒരു കാര്യം ചെയ്യുക, അല്പം യോഗാഭ്യാസം പരിശീലിച്ച് നോക്ക്. എനിക്കറിയാൻ പാടില്ല എന്നാ സാധനം. അത് പ്രാണായാമം, പിന്നെ കുറച്ച് ആസനങ്ങൾ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പുള്ളി എനിക്കൊരു പുസ്തകം തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരു അടുക്കും ചിട്ടയും ക്രമവും ഒക്കെ വേണം. അത് രാവിലെ എണീക്കണം, ഇങ്ങനെ പ്രാണായാമം ചെയ്യണം, ശീർഷാസനം, ഇങ്ങനെ പല ആസനങ്ങളൊക്കെ പഠിപ്പിച്ചു. ഒരു 10-15 ആസനങ്ങളും പ്രാണായാമവും. എന്താ അറിയാമില്ല, ഈ ആസനവും പ്രാണായാമവും ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ, ഏതായാലും തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടു എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആരോഗ്യം വളരെ മെച്ചപ്പെടുന്നു എനിക്ക് തോന്നി. ശ്വാസം മുട്ടൽ കുറേ കുറഞ്ഞു, വേദനകൾ കുറഞ്ഞു, ശരീരം അല്പം ഒന്ന് മെച്ചപ്പെടാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു പുതിയ ജീവൻ തിരിച്ചു വരുന്നു എന്നപോലെ എനിക്ക് തോന്നി. അത് മിക്കവാറും എനിക്കൊന്നൊരു ജനുവരിയൊക്കെ ആയി കാണുമായിരിക്കും. ജനുവരി കഴിഞ്ഞാണ്, കൃത്യമായിട്ട് ഞാൻ നോക്കുന്നില്ല സമയമൊന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മുന്നോട്ട് പോയി ഒരു 4-5 മാസം കൊണ്ട് അത്യാവശ്യം ആരോഗ്യമൊക്കെ ആയി. അപ്പം ഞാൻ പിന്നെ ആലോചിക്കാൻ തുടങ്ങി, ഈ ഏതായാലും നഷ്ടപ്പെട്ട് കൈവിട്ടു പോയ ജീവിതമാണ്, ഇതെന്നെ എന്താ ചെയ്യണ്ടേ? തമ്പുരാൻ തന്നൊരു ജീവിതമാണല്ലോ, അപ്പോൾ തമ്പുരാന് വേണ്ടത് കൊടുക്കണം. എങ്ങനെ കൊടുക്കണമെന്ന് നോക്കുമ്പോൾ എനിക്ക് അന്ന് ആകപ്പാടെ അറിയാവുന്നത് വൈദികനാകുക എന്നുള്ളതാണ്. വൈദികനായാൽ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കി ഞാനൊരു മെയ് അവസാനമൊക്കെ ആയപ്പോൾ വർക്ക് കിച്ചൻ എടുത്തു. വർക്ക് കിച്ചൻ CJ വർക്ക് കിച്ചനാണ്, കുളത്തൂർ വികാരിച്ചനാണ്. അച്ഛന് സ്വസിദ്ധമായിട്ട് ശരിയായിരുന്നു, നല്ലൊരു ശരി. എടാ നിന്നെ ആരാ സിനിമയിൽ എടുക്കാൻ പോകുന്നത്, കണ്ടില്ല ഒരു കോലം. അച്ഛൻ പറഞ്ഞു നിന്നെ സിനിമയിൽ എടുക്കാൻ കൊള്ളിയൊന്നുമില്ല. അതെന്താ? അല്ല നിന്റെ കോലം കണ്ട്, നിനക്ക് ആരോഗ്യം, എനിക്കിപ്പോൾ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, കണ്ടില്ലേ നിൻ്റെ ഒരു തലയുണ്ട്, തലയിൽ കുറേ മുടിയുണ്ട്, അതല്ലാണ്ട് എന്താ ഉള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നീ കോഴിക്കോട്ട് പോയി ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടോ. ഞാൻ കോഴിക്കോട്ട് പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. ഞാൻ പറഞ്ഞാൽ അതിനകത്തുള്ള കാശൊന്നുമില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് കാശൊന്നും വേണ്ടി, ഞാൻ കത്ത് തരാം. നീ കോഴിക്കോട്ട് പോയി മേരിക്കുന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഈ പറയുന്ന ഡോക്ടറെ അടുത്ത് കത്ത് കൊടുക്കുക. അപ്പോൾ ഡോക്ടർ നിനക്ക് സർട്ടിഫിക്കറ്റ് തരും. അദ്ദേഹം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം. ഇങ്ങനെ ഒരു കത്തുമായിട്ട് ഞാനും പോയി. അച്ഛൻ പറഞ്ഞതനുസരിച്ച് കോഴിക്കോട് മെഡിക്കൽ ഇവിടെ മേരിക്കുന്ന് ആശുപത്രിക്ക് തപ്പിപ്പിടിച്ച് എങ്ങനെയാണ് പോയി നടന്നു മിക്കോ അത് നടന്ന ആര്യം എന്നതിലാട്ടെ. അവിടെ ചെന്നു, ഡോക്ടറെ കണ്ടു. അന്നാണെങ്കിലും ഈ അറിയാൻ മേലാത്ത മേഖലകളിലൊക്കെ കടന്നു പോകാനായിട്ട് എനിക്കൊരു പരിചയം ഉണ്ടായിരുന്നു. ഈ ഡോക്ടറെ കണ്ടു, ഡോക്ടറുടെ കയ്യിൽ കത്ത് കൊടുത്തു. ഡോക്ടർ നോക്കി വളരെ വിശദമായിട്ട് എന്നെ എക്സാമിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി തന്നു. കത്ത് എഴുതി സൈൻ ചെയ്ത് സീൽ ചെയ്യാതെ എൻ്റെ തന്നു. എൻവലപ്പ് തന്നു. ഞാൻ പുറത്തിറങ്ങി നോക്കി. എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത് ഇതാണ്: ദിസ് ബോയ് ഹാസ് ഹാർട്ട് എൻലാർജ്മെൻറ്റ്. അവന് ഹൃദയത്തിന് നീർക്കെട്ടുണ്ടാകുന്ന ഒരു രോഗമുണ്ട്. ആൻഡ് ഹീസ് നോട്ട് ഫിറ്റ് ഫോർ എനി റിലീജിയസ് ട്രെയിനിങ്. ഇവൻ ഒരു വൈദിക പരിശീലനത്തിന് പോയിട്ട് ഏതെങ്കിലും ഒരു സന്യാസ പരിശീലനത്തിനും അർഹമായ ആരോഗ്യനല്ല. ഇപ്പം പറഞ്ഞാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അത് അവിടെ ഒരു കാലഘട്ടമാണ്. അവിടെ അത് മിക്കവാറും കൊണ്ട് വരും. എല്ലാം അവസാനിച്ചു എന്ന ചിന്തയിൽ നിന്നും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ശീലം അദ്ദേഹത്തിന് സമ്മാനിച്ചത് വേദന നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. സെമിനാരിയിൽ ചേരണമെന്ന ആഗ്രഹത്തിനുമേൽ പ്രതിബന്ധം കോട്ടകെട്ടിയെങ്കിലും തന്റെ ഹൃദയത്തിൽ നിന്നുദിച്ച ആഗ്രഹത്തെ ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു വൈദികനാകുവാൻ ഉറച്ച തീരുമാനമെടുത്തിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് അതിനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരുന്നു. സത്യദീപത്തിലൊരു പരസ്യമുണ്ട്. സത്യദീപം വീട്ടിൽ വരുത്തുന്നതല്ല, ഇവിടുത്തെ പരസ്യം കണ്ട്. അവിടെ എറണാകുളത്ത് ഏതോ ഒരു സ്ഥലത്ത് വെച്ച് മിഷനിലേക്ക് ആളുകളെ എടുക്കാനായിട്ടൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. SSLC പാസ്സായ ആൺകുട്ടികളുടെ സ്വാഗതം. ഞാൻ ഈ സമ്മാനം കണ്ടു. ഞാൻ പൂക്കളത്തിനോട് പറഞ്ഞു, പൂക്കളം സെബാസ്റ്റ്യൻ അവനിങ്ങനെ മാടക്കുക. ഇതൊരു ജൂൺ മാസം പകുതി മറ്റായി. എടാ ഞാൻ സെമിനാരിൽ പോകും, നീ പോരുന്നു? പോയിക്കളെ, എങ്ങോട്ടാണ് പോകണ്ടേ? നമുക്ക് എറണാകുളത്ത് പോകാൻ പറഞ്ഞു. എറണാകുളത്ത് ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്, അവിടെ പോകാം. എന്നെ ഇപ്പം ഏതാണ്ടൊരു ഡേറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അതനുസരിച്ച് ഞാനും പൂക്കളവും കൂടി
വർക്കിച്ചിൻ്റെ അടുത്ത് വിളിച്ചത്. ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടാണ്, ഞങ്ങൾ മിഷന് പോകാം. അതിന് മിഷന് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ല, മെത്രാണിച്ചിൻ്റെ അനുവാദം വേണം. അതെനിക്ക് പുതിയ അറിവാണ്. അപ്പോൾ ഞാനിപ്പോൾ സെമിനാരി പോകണമെന്നുണ്ടെങ്കിൽ മെത്രാണിച്ചിൻ്റെ അനുവാദം വേണം. അപ്പോൾ മെത്രാണിച്ചിൻ്റെ അനുവാദം മേടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, മെത്രാണിച്ചിന് 2 ആഴ്ച മുതലേ വന്നായിരുന്നു. അച്ഛൻ പറയുകയാണ് 2 ആഴ്ച മെത്രാണിച്ചിലേ വന്നായിരുന്നു. അപ്പോൾ ചോദിച്ചു സെമിനാരി പോകാൻ ആരെങ്കിലും താല്പര്യമുണ്ട്? ഇത് 1959 കഥയാണ്. 1953 ഡിസംബർ 31 തലശ്ശേരി രൂപത ഉണ്ടായിരുന്നു. ഇപ്പോൾ 1954 രൂപതയായിട്ട് വന്നത്. ഇപ്പോൾ 4 കൊല്ലമായിട്ടുള്ളൂ. സെമിനാരിൽ ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ പിതാവ് ഇങ്ങനെ ആൾക്കാരെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചോദിച്ചായിരുന്നു ആരെങ്കിലും സെമിനാരി ഇങ്ങനെ ഒരു രോഗിയായിട്ടുള്ള ഒരുത്തനെ വന്നിട്ടുള്ളൂ. അവൻ എൻ്റെ രോഗം വിചാരിച്ചു, അവന് ഹാർട്ടില്ലാതെ. അത് സാരമില്ല, എൻ്റെ ഹാർട്ടും വല്ലപ്പോഴും എല്ലാവരും ചെയ്യാറുള്ളതാണ്, നിങ്ങൾ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞായിരുന്നു എന്ന് പിതാവ് പറഞ്ഞായിരുന്നു എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛനത് ഒരു പക്ഷേ പറയാതിരുന്നത് ഈ വിളി ഒരു ഒതന്റിക് ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ ഇപ്പം രോഗിയായി വേറെ മാർഗ്ഗമൊന്നുമില്ലാത്തതുകൊണ്ട് സെമിനാരി പോകാമെന്ന് പറഞ്ഞു വന്നതാണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ചുറ്റുപാടിൽ ഇതൊരു ജെനുവിൻ അല്ലെങ്കിൽ വിടണ്ട എന്നൊരു ധാരണയായിരിക്കും. എനിക്കൊന്ന് അച്ഛൻ്റെ പ്രൂഡൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ഏതായാലും പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ പിതാവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഏതായാലും നിങ്ങൾ പോയി നോക്ക്. അങ്ങനെയാണ് അവിടെ പോയി. അത് തലശ്ശേരിക്ക് പോയിട്ടില്ല. തലശ്ശേരിക്ക് അപ്പോൾ നമ്മുടെ ഈ നയാപേശക്കല്ലുള്ള കയ്യിൽ. അതുകൊണ്ട് ഞങ്ങൾ തലശ്ശേരിയിൽ വന്നു. ഞാനും പൂക്കളും കൂടെ തലശ്ശേരി വന്നു. അവിടുന്ന് ഇറങ്ങി ബിഷപ്സ് ഹൗസ് അന്വേഷിച്ച് നടന്ന് അവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ടല്ലോ. ബിഷപ്സ് ഹൗസിൻ്റെ വാതിക്കലെത്തുമ്പോൾ പിതാവ് പോർട്ടിക്കോയിലുണ്ട്. ഒരു വലിയൊരു കാർ മുമ്പിൽ കിടപ്പുണ്ട്. പിതാവ് കാർ തുറന്ന് കയറാനായിട്ട് തുടങ്ങുകയാണ്. ഒന്നിച്ചു, മക്കൾ എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ കുളത്തൂരിൽ നിന്ന് വരുന്നതാണ്. എന്തിനാ? അത് മിഷന് പോകാനായിട്ട് അനുവാദം മേടിക്കുക. മിഷന് പോകാനല്ലേ, എന്നാൽ കയറിയോ, അനുവാദം തരാം. വണ്ടി കയറ്റി. പിതാവ് പോകാനൊന്നും വേറെങ്ങും പോയില്ല. ഞങ്ങൾ ചെന്ന പാടെ പിതാവിൻ്റെ കാറ് ഞങ്ങൾ കയറ്റി. പിതാവ് ഫ്രണ്ടിലായിരിക്കുന്നത്, ഞങ്ങൾ ബാക്കിൽ. ഞങ്ങൾ ഫ്രണ്ടിലും പിതാവ് ബാക്കിലും. വലിയ ഷെവർലെയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാറ് കാണും. ഞങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കുക മുള്ളിലിരിക്കുന്ന പോലെ. എന്നിട്ട് പിതാവ് ഇംഗ്ലീഷിലാണ് സംസാരം മുഴുവൻ. SLC പാസ്സായി മാർക്ക് എത്രയുണ്ട് പറഞ്ഞ് 380. ഫസ്റ്റ് ക്ലാസ്സിന് എത്രയാണ്? 360. ആ ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ കൂടുതൽ മാർക്കുണ്ടല്ലേ, ഓക്കെ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആരോഗ്യത്തിൻ്റെ കാര്യം ചോദിച്ചു. പയ്യോളി വന്നപ്പം പറഞ്ഞു നിങ്ങൾക്കിവിടെ ഇറങ്ങാം, ഞാൻ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. നിങ്ങൾ സെമിനാരിൽ എടുത്തിരിക്കുന്നു. തലശ്ശേരി മിഷനാണ്, തലശ്ശേരി മിഷൻ്റെ രൂപതയാണ്. അപ്പം മിഷൻ്റെ രൂപതയ്ക്ക് വരെ ഇപ്പം വൊക്കേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞു, അതിൻ്റെ റിക്രൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതാണ്. അതൊന്നും സാരമില്ല, വർക്കിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ പോയി. ഞാൻ പറഞ്ഞു പിതാവ് ഇങ്ങനെ പൈസ പ്രശ്നമുണ്ട്. അത് സാരമില്ല, 200 രൂപയാണ് ഫീസ് കൊടുക്കുന്നത്. ആ ഫീസ് വേണ്ട, ഫീസ് ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നീ ഒരു 6 ജോഡി ഷർട്ടും മുണ്ടും എല്ലാം കൊണ്ടൊരു ട്രങ്കിലും ഒക്കെ ആയിട്ട് പോരെ. അഭിഷിക്തരുടെയും സന്യസ്തരുടെയും ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നും അവരുടെ പ്രവർത്തന വീഥികളിൽ ലഭിക്കുന്ന ഊർജം ചെറുതല്ല. മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതവും ത്യാഗസന്നദ്ധതയും പ്രത്യേകിച്ച് മക്കൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകളും നല്ലൊരു ദൈവശുശ്രൂഷകനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ദീപവുമായി മുമ്പേ സഞ്ചരിച്ച ഒരമ്മയുടെ കരുതൽ മുതൽക്കൂട്ടായുണ്ടായിരുന്നു. വാസ്തവത്തിൽ അമ്മ മടത്തി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. മടത്തി പോകണമെന്നുണ്ടെങ്കിൽ പള്ളിക്കൂടത്തിൽ വേണം. ഇവിടുന്ന് അമ്മച്ചി പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ നടന്നു പോയാലേ സ്കൂളിൽ പോകാൻ പറ്റില്ല. അന്ന് അപ്പൻ അനുവദിച്ചില്ല. അതുകൊണ്ട് അമ്മച്ചിക്ക് പോകാൻ പറ്റില്ല. അമ്മച്ചി ഇങ്ങനെ ചെറുപ്പത്തിലേ മടത്തി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അമ്മച്ചിക്ക് ഞാൻ സെമിനാരി പോകാന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുള്ള സന്തോഷമേ ഉള്ളൂ. ചാച്ചന് പ്രയാസമുണ്ട്, കാരണം മൂത്ത മകനാണ്. എന്നാലും പിന്നെ എന്നെയും കൊണ്ട് ഉപകാരമില്ല എന്നുള്ള വ്യക്തമായി, കാരണം ഞാനിങ്ങനെ പോയ ചത്തുപോയി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാച്ചനും വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. പ്രയാസമുണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ. പക്ഷേ ഒരു കാര്യം ഞാൻ സംഭവിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ സെമിനാരി പോയിരുന്ന അന്ന് മുതൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ അമ്മച്ചി ഉപവസിക്കാൻ തുടങ്ങി. എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പിന്നെ എൻ്റെ പെങ്ങള് മഠത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉപവാസം 2 ദിവസമാക്കി. അപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് വേണ്ടി, ബുധനാഴ്ച പെങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥന ഒരുപാടുണ്ടായിരുന്നു. സഹോദരങ്ങൾ പിന്നെ കുഞ്ഞുങ്ങളാണ്, പ്രായമായില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മൈനർ സെമിനാരി ചെയ്തത്. മൈനർ സെമിനാരി തലശ്ശേരിയിലെ കുന്നോത്തായിരുന്നു. കുന്നോത്ത് തലശ്ശേരിയിലേക്ക് മാറിയത് 62 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കുന്നോത്ത് ചെന്നു. കുന്നോത്ത് 2 വർഷം സാമാന്യം നന്നായിട്ട് പോയി. എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമാണ്, ഇപ്പോൾ ഫീസ് കൊടുക്കുന്നില്ല. അതേസമയം ആരോഗ്യ പ്രശ്നം അത്ര തന്നെ രൂക്ഷമായിട്ട് തോന്നില്ല. ശ്വാസം മുട്ടൽ ഉണ്ടാകാറുണ്ടായിരുന്നു, പക്ഷേ ചങ്കിന് വേദന കുറഞ്ഞു. പിന്നെ പഠിക്കാൻ തമ്പുരാൻ ഒരു കൃപ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലാസ്സിൽ ഞാനും ഇവിടെ ഇപ്പോൾ പുതുമനാച്ചനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 2 പേരാണ് ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിച്ചിരുന്നത്. അപ്പോൾ
ക്ലാസ്സിൽ എന്നിട്ട് 2ാം വർഷം കഴിയുമ്പോൾ 2 വർഷമാണ് മൈനർ സെമിനാരി ഉണ്ടായിരുന്നത്. 2ാം വർഷം കഴിയുമ്പോൾ സാമാന്യം നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള ആൾക്കാരെ പൂനെക്ക് വിടാറുണ്ട്, പൂനെ സെമിനാരിൽ. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടി പൂനെ സെമിനാരിക്ക് വേണ്ടിയിട്ട് പരീക്ഷ എഴുതി. പൂനെ സെമിനാരിക്ക് വേണ്ടി എഴുതി പുതുമനച്ചനാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്. പുള്ളിക്കാരൻ പൂനെക്ക് പോയി. ആലുവയ്ക്ക് വേണ്ടി എഴുതി. ആലുവയ്ക്ക് എനിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ആലുവയ്ക്ക് പോകും. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന്റെ തുടർന്നുള്ള ജീവിത വഴികളും അതുവരെയുണ്ടായിരുന്ന സംഭവ ബാഹുല്യത്തിന്റെയും അനുഭവ തീഷ്ണതയുടെയും നാടകീയതകളിൽ നിന്ന് വിമുക്തമായിരുന്നില്ല. സെമിനാരിയിൽ പഠിക്കുമ്പോഴൊക്കെയും പഠനകാര്യത്തിൽ ഒന്നാമനായിരുന്നുവെങ്കിലും ചെറുപ്പകാലത്തെ ചില മുൾമുനകൾ സമ്മാനിച്ച കുറവുകൾ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. ഒരുപക്ഷെ പിൽക്കാലത്ത് കേരള സഭയുടെ ബൗദ്ധികാചാര്യനായി ദൈവം മുമ്പേ നിശ്ചയിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങൾ കൗതുകകരമാണ്. ഒപ്പം ദൈവത്തിന്റെ ദുർഗ്രഹവും മഹത്തരവുമായ തെരഞ്ഞെടുപ്പുകളുടെ സാക്ഷ്യവുമാണത്. ആലുവ സെമിനാരിൽ അവിടെ കർമ്മലഗിരിയിലാണ് ഫിലോസഫി. അവിടെ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ എനിക്ക് താല്പര്യമായിരുന്നു, ബുദ്ധിമുട്ടില്ലായിരുന്നു. നല്ല ക്ലാസ്സിലാണ്. ഇപ്പം മിക്കവാറും എല്ലാ വിഷയങ്ങൾക്കും എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 4 വിഷയങ്ങൾക്ക് 9 കൂടി 90% കൂടുതൽ മാർക്ക് കിട്ടുന്നത് 9+ സ്റ്റാർ എന്ന് പറയാറുണ്ട്, നമ്മൾ A+ പോലെ. അങ്ങനെ A+ കിട്ടുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കാറുണ്ടായിരുന്നു. 40 രൂപയാണ് ഒരു വിഷയത്തിന് സമ്മാനം വെച്ചിരുന്നത്. 4 വിഷയങ്ങൾക്കാണ്. ഒരാളെ ഉണ്ടെങ്കിൽ 40 രൂപ കിട്ടും, പലരുണ്ടെങ്കിൽ അങ്ങനെ വീതിച്ചു കൊടുക്കും. അപ്പം മിക്കവാറും 4 വിഷയങ്ങൾക്കും എനിക്ക് സമ്മാനം കിട്ടാറുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ചിലവുകൾ അതുകൊണ്ട് നടന്നു പോകുമായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയർ അവിടെ ഫിലോസഫി 3rd ഇയർ വരെ പോയി. 3rd ഇയർ ആയപ്പോഴത്തേക്കിനെ അവിടെ ജനറൽ പ്രീഫെക്റ്റ് ആക്കി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല, പഠിക്കാൻ നാളുണ്ട്. പക്ഷേ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് സഭാകമ്പം, അപകർഷതാബോധം ഇതൊക്കെ എന്നെ വളരെയധികം കൂടെ ഉണ്ടായിരുന്നു, ഒരു സ്വന്തത സഹചാരിയായിട്ട്. പ്രസംഗം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. അത് പേടി എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് സംഭവിച്ചതാണ് പ്രധാനമായിട്ടും. അതും വർക്കിച്ചിന് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ സാഹിത്യ സമാജം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ക്ലാസ്സിൽ വെച്ചിട്ട് പ്രസംഗം പറയുക. അപ്പോൾ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് പ്രസംഗം എഴുതിയ സാറന്മാരൊക്കെ സഹായിക്കും. പ്രസംഗം എഴുതിയിട്ട് പറയണം. അങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സാഹിത്യ സമാജം, നമ്മുടെ ക്ലാസ്സിലെ സമാജത്തിൻ്റെ പ്രസംഗം എഴുതാനായിട്ട് ആരോഗ്യ വിഷയത്തെക്കുറിച്ചൊരു പ്രബന്ധമൊക്കെ തയ്യാറാക്കി സാറിനെ കൊണ്ടൊക്കെ തിരുത്തി. ഒന്ന് അച്ഛൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു, എല്ലാവരും നോക്കിയിരിക്കുന്നു, ഞാൻ പുസ്തകം ഈ കടലാസ് വായിക്കാൻ തുടങ്ങി. ഇന്നത്തെ വിഷയം ആരോഗ്യം എന്നതാണല്ലോ പറയാൻ തുടങ്ങി. ശരിക്കും ആരോഗ്യം എല്ലാവർക്കും ആവശ്യമായ ഒരു ഗുണമാണെന്ന് പറയുകയും പേപ്പർ താഴെ പോയി. ഞാൻ അകപ്പാടെ ഇവന്ന് പറയാൻ തുടങ്ങി. പേടിച്ചിട്ട് പോയതാ. വിറച്ച് പിടിച്ചു. മതിയുടെ ആരോഗ്യം വളരെ നന്നായിരിക്കുന്നു, പോവാ. അവിടെ തന്നെ ഇറക്കി വിട്ടു. അങ്ങനെ ഇറക്കി വിടുന്ന ഒരുപാട് ഇൻസൾട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാലമനസ്സിൽ മുറിവേൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ധാരാളം. അതിപ്പോൾ നമ്മുടെ സമത്വ സഹചാരിയാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് പ്രസംഗം തന്നെ പേടിയാണ്. ഒരിക്കൽ പോലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. അപ്പോൾ മൈനർ സെമിനാരിൽ ഒരിക്കലും ഒരു പ്രസംഗം പറഞ്ഞു. അന്ന് എൻ്റെ പീറ്റർ അച്ഛൻ മരിച്ചുപോയി. ഇവിടെ പീറ്റർ അച്ഛനും കൂടെ കൂടി എനിക്ക് എഴുതുന്നതാണ്. ഞാനത് ഇംഗ്ലീഷ് സാമാന്യം വായിച്ച് കുഴപ്പമില്ലാണ്ടാക്കി. പക്ഷെ എന്നാലും ഈ പേടി മാറുന്നില്ല. 3rd ഇയർ ഫിലോസഫിയിൽ ഞാൻ ജനറൽ പ്രീഫെക്റ്റായി. അപ്പം സ്റ്റേജിൽ പലതും പറയേണ്ടി വരുന്നു. അന്ന് അവിടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു വൊക്കേഷനെ കുറിച്ച്. ഒരു അച്ഛൻ വന്ന് ബാംഗ്ലൂരിൽ നിന്നാണ്. അദ്ദേഹം മനോഹരമായിട്ട് പ്രസംഗമൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്ക്സ് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ താങ്ക്സ് എന്താണ് പറയണമെന്ന് 2 ദിവസം ഞാൻ മുഴുവൻ എഴുതി പഠിച്ച് മനഃപ്പാഠമാക്കി. അതെല്ലാം പറഞ്ഞ് സ്റ്റേജിൽ വന്നപ്പോഴത്തേക്കും പഠിച്ചതെല്ലാം മറന്നുപോയി. ആകപ്പാടെ വരയ്ക്കാൻ തുടങ്ങി. എന്തൊക്കെയോ പറഞ്ഞു. ഒരു തരത്തിൽ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം മങ്കുഴിക്കരി പിതാവ്, നമ്മുടെ ഞങ്ങൾക്ക് പ്രൊഫസറാണ്, പുള്ളി വന്നിട്ട് എന്നെ ഊടുപാടെ ഒരു ശകാരം. ഓരോരുത്തന്മാർ പ്രസംഗം പറയുന്നുണ്ട്. എടാ നിനക്കൊക്കെ അറിയാൻ പാടില്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേജിൽ കയറി അല്ലെങ്കിൽ 2 വാക്ക് പറഞ്ഞെനിക്ക് പോയാൽ എന്ന് പറയുന്നത് എന്ത് പ്രസംഗം നമുക്ക് കിട്ടി. വീണ്ടും പരസ്യമായിട്ടുള്ള അവസരങ്ങൾ. അതോടുകൂടി നമ്മോട് പ്രസംഗിക്കാനുള്ള സകല ചോദനയും ചോർന്നുപോയി. അതിപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. അത് പിന്നെ ഇവിടുന്ന് കയറിയിട്ടില്ല. യൂറോപ്പിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലും പ്രസംഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പിൽക്കാലത്ത് സ്വന്തം ജീവിതം കൊണ്ട് ബൈബിൾ വ്യാഖ്യാനിച്ച ബൈബിൾ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റം അച്ഛൻ തന്റെ ജീവിതത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ ഏറെയും
സഹനത്തിൻ്റെതാണ്. സഹനത്തിന്റെ ക്രൈസ്തവ മൂല്യങ്ങളും ക്രൂശിതന്റെ സുവിശേഷവും ഹൃദയ സ്പന്ദനങ്ങൾ കൊണ്ട് പ്രഘോഷിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിന് ഉപോത്ബലകമായ അനുഭവങ്ങൾ എക്കാലവും നൽകപ്പെട്ടുകൊണ്ടേയിരുന്നു. ഏഷ്യ 30 അധ്യായം 20 വാക്യം ഒന്നുണ്ട്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും. അതിൻ്റെ കൂട്ടത്തിൽ ഈ 119 സങ്കീർത്തനം വളരെ ശക്തമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു വാക്യമാണ്. 119 സങ്കീർത്തനം 71 വാക്യമാണ്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. 67 വാക്യമാണ്. കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ് ഞാൻ വഴിതെറ്റിപ്പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. അപ്പോൾ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു. എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ചില വചനങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടു നടന്നു. എനിക്കറിയാൻ പാടില്ല എന്നുള്ള പ്രസംഗിക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴത്തേക്കും ഈ ഒരു വേദിയിലായി. അപ്പോൾ അതങ്ങനെ സെമിനാരി തേർഡ് ഇയറിൽ കഴിഞ്ഞു. തേർഡ് ഇയർ ഫിലോസഫിയാണ്. അപ്പോൾ എനിക്ക് ഒരു ഷോപ്പിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചെറിയൊരു തസ്തികളോ തരുമായിരുന്നു. ആൾക്കാർക്ക് താല്പര്യമാണ്, അച്ഛന്മാർക്ക് താല്പര്യമായിരുന്നു. പാട്ടൊന്നും പാടാൻ ശ്രമിച്ചിട്ടില്ല? പാട്ട് പാടാൻ ശ്രമിച്ചിട്ടില്ല. പാട്ട് ഞാൻ പാടും, എനിക്ക് സ്വരത്തിന് വലിയ കുഴപ്പമില്ലെന്ന് തന്നെ അറിയാം. പക്ഷേ താളം എൻ്റെ രക്തത്തിലില്ല. എനിക്ക് കൈകൊട്ടാൻ പോലും പറ്റില്ല. ഞാൻ ഇന്നലെ നോക്കി, ഇവിടെ പിള്ളേർ പാട്ട് പാടുമ്പം താളത്തിനനുസരിച്ച് കൈകൊട്ട് കാണുന്നുണ്ടെങ്കിൽ 2 കൊട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൊട്ട് മാറും. നടക്ക് കാണുന്നുണ്ടെങ്കിലും കൂടെ നടന്നാൽ എനിക്ക് മാർച്ച് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് എൻ്റേതായ താളം. അത് ഞാൻ ശ്വസിക്കുന്നതാണെങ്കിലും ഞാൻ പറയുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും ഇതൊരു ഐഡന്റിറ്റിയാണ്. യുണീക്ക് എല്ലാ കാര്യത്തിലും. എൻ്റെ കഴിഞ്ഞ കാലമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചെയ്യുന്നതാണെങ്കിലും ഇതിനൊരു യൂണിക്നെസ് ഉണ്ട്. അപ്പം തമ്പുരാൻ എന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സോ ഐ ആക്സെപ്റ്റ് ഇറ്റ്. വളരെ ചെറുപ്പത്തിൽ പ്രാർത്ഥനയോടും വിശ്വാസ പാഠങ്ങളോടുമെല്ലാം ആഭിമുഖ്യം പുലർത്തിയിരുന്നുവെങ്കിലും ദുരിതങ്ങളുടെ പെരുമഴയിൽ കൈമോശം വന്ന ബോധ്യങ്ങൾ അദ്ദേഹത്തെ തിരികെ തേടിയെത്തിയത് അല്പം കഴിഞ്ഞാണ്. പിന്നീട് അദ്ദേഹത്തെ വഴി നടത്തിയ ദൈവത്തിന്റെ അനന്തകാരുണ്യം ആ ജീവിതത്തെ കൈപിടിച്ചു നടത്തി. തുടർന്ന് സെമിനാരി ജീവിതം ഓരോ നാഴികക്കല്ലുകൾ പിന്നിടുമ്പോഴും വ്യക്തമായ തിരിച്ചറിവുകളിലേക്കും ഉറച്ച ബോധ്യങ്ങളിലേക്കും അവിടുന്ന് അദ്ദേഹത്തെ വളർത്തുകയായിരുന്നു. മൈനസിനാരി വന്നപ്പോഴാണ് പ്രാർത്ഥന എന്താണ്, ധ്യാനം എന്താണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു വലിയൊരു അനുഭവമായിട്ട് തോന്നി. ഞാൻ ഓർക്കുന്നു, ഞാൻ രാവിലെ ഈ പറഞ്ഞ 3 കിലോമീറ്റർ ഉണ്ട്. രാവിലെ എണീറ്റ് പള്ളിയിലേക്ക് പോകും. സന്ധ്യ മിക്കവാറും ഒരു നേരം വെളുത്തു വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം പക്ഷി ചലയ്ക്കുന്നതിൻ്റെ ശബ്ദവും ഒക്കെ ഉള്ളൂ, വേറൊന്നുമില്ല. മനോഹരമായിട്ട് ഈ ഒരു 1/2-3 മണിക്കൂർ എങ്ങനെ പോയെന്ന് അറിയാൻ പാടില്ല. ഒരു ദൈവവുമായിട്ടുള്ളൊരു ഐക്യത്തിൽ, പ്രാർത്ഥനയിൽ, വലിയൊരു ധ്യാനത്തിൽ പോകാനായിട്ട് സാധിച്ചു. എനിക്കൊരു വലിയ അനുഭവമായിരുന്നു. അപ്പം പിന്നെ എല്ലാ പള്ളികളിൽ എല്ലാ പരിപാടിക്കും പോകുമായിരുന്നു. വർക്ക് കിച്ചനാണ്. വർക്ക് കിച്ചനേക്കാളും മോശമോ പാട്ടുണ്ട്. അപ്പോൾ വർക്ക് കിച്ചൻ ഞങ്ങളുടെ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. വർക്ക് കിച്ചൻ്റെ കയറിലായിരുന്നു ഞാനും. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പൂക്കൾ എന്നെക്കാളും മോശമായിരുന്നു. അപ്പോൾ എംബ്രയിലച്ചൻ നന്നായിട്ട് പാടും. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് അപ്പോൾ ലത്തീനിലെ പാട്ടുകളൊക്കെ പാടുക. അപ്പോൾ അവധിക്കാലത്ത് ഇങ്ങനെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. അങ്ങനെ ഇതിൻ്റെ പോയി സാമ്പത്തികം വീട്ടിൽ അവരങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ എനിക്ക് ഒരു വലിയൊരു ബാധ്യതയായിട്ട് തോന്നിയില്ല. ഇപ്പോൾ തേർഡ് ഇയർ ഫിലോസഫി കഴിഞ്ഞു. അവധിക്കാലമാകുമ്പോൾ ഞാനിങ്ങനെ എന്തോ കപ്പിടാനായിട്ട് കൂടെ മട്ടിക്കൊണ്ടിരിക്കുക. പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടു തന്നു. അപ്പം പിതാവിൻ്റെ കത്താണ്, വള്ളപ്പള്ളി പിതാവിൻ്റെ കത്താണ്. കത്ത് കിട്ടിയാൽ ഉടനെ തലശ്ശേരിക്ക് വരണം. എന്തിനാണെന്നറിയാൻ പാടില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒപ്പിച്ചോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടാണോ, പറഞ്ഞുവിടാനായിരിക്കും മിക്കവാറും. ഞാനിങ്ങനെ കത്ത് മേടിച്ച് പിറ്റേ ദിവസം കാലത്തെ മേടിച്ച് ബിഷപ്പ് ഹൗസിൽ ചെന്നു തലശ്ശേരിയിൽ. പ്രധാനം എന്നാ പറ്റിയേ? നമ്മൾ എനിക്കെന്നാ പറ്റി? അല്ല ആകപ്പാട് ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഞാൻ പിതാവ് ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു. കണ്ടമാനം ക്ഷീണിച്ചിട്ടുണ്ട്. അല്ല അസുഖമല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു കാര്യമായിട്ടൊക്കെ വലിവിൻ്റെ അസുഖം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഡോക്ടറെ കണ്ടു വരാൻ പറഞ്ഞു. നമ്മുടെ പഴയ ഓർമ്മ. എന്നിട്ട് ഇവിടെ തലശ്ശേരിയിലെ ഒരു ഡോക്ടറെ അടുത്ത് തന്നെ പറഞ്ഞു വിട്ടു. ഡോക്ടർ എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് ഫൈൻഡ് എനി കംപ്ലൈൻറ്റ്, യു ഹാവ് നോ പ്രോബ്ലം ഗോയിങ് എബ്രോഡ്. അശ്വടാ എന്ത് കഥയാണ്? ഞാൻ പറഞ്ഞു ഗോയിങ് എബ്രോഡ്, പുറത്തേക്ക് പോകാനേ. ഞാൻ ഏത് പുറത്ത് പോകാനാ? അതിനാ ബ്രദറിനെ കൊണ്ട് വിട്ടത്. അവിടുന്നാണ് ആ വിവരം റിവീൽ ചെയ്യപ്പെടുന്നത്. അല്ല, ബ്രദറിനെ റോമിന് വിടാൻ വേണ്ടി പിതാവ് ഒന്നൊരു ചെക്കപ്പിന് വിട്ടിരിക്കുകയാണ്.
സഹനത്തിന്റെ മൂശയിൽ ഉരുക്കി വാർത്ത് ഈ കാലഘട്ടത്തിലെ തന്റെ ശക്തമായ ഉപകരണമാക്കി ദൈവം ഒരുക്കിയെടുത്ത ഒരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിന്റെ ജീവിത വഴിത്താരയിലൂടെ നടത്തുന്ന പുനഃപ്രയാണം നമ്മെ എത്തിക്കുന്നത് തീവ്രമായ ദൈവാനുഭവത്തിന്റെ നേർക്കാഴ്ചകളിലേക്കാണ്. കല്ലും മുള്ളും നിറഞ്ഞ ജീവിതപാതയിലൂടെ ദൈവസ്നേഹത്തെ മുഖാഭിമുഖം ദർശിച്ച ഈ അഭിഷിക്തന്റെ യാത്ര തുടരുന്നു. കണ്ണീരുണങ്ങാത്ത ജീവിതാനുഭവങ്ങളിൽ ദൈവ തിരുമുഖം ദർശിക്കുന്നതിനായി നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ഭാഷ പഠിച്ചു, തിയോളജി പഠിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം കടന്നു വരുന്നത്, ഇങ്ങനെ മാർക്ക് മേടിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ. അപ്പോൾ ജീവിതവുമായിട്ട് കുറേ കൂടി എന്തെങ്കിലും ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇപ്പം ക്ലാസ്സിൽ പഠിക്കുന്നു, ശരിയാണ്, നല്ല കാര്യം. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ എന്ന ഒരു ചിന്ത എങ്ങനെയോ മനസ്സിൽ കൂടി വരാൻ തുടങ്ങി. വീട് തോറും പറമ്പ് തോറും കയറി നടന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവന്ന് അത് സോർട്ട് ചെയ്ത് വിറ്റ്, അങ്ങനെ ഒരു പരിപാടിയാണ് ഒരു മാസം. അപ്പോൾ പെറുക്കികളുടെ കൂടെ കൂടി ഒരു മാസം ഒന്ന് അതൊരു 10-50ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് അധികവും ഇറ്റാലിയൻസും ഫ്രഞ്ചും ജർമ്മൻസും. എനിക്ക് 3 ഭാഷയെന്ന് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. ഞാനിവിടെ വന്ന് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേക്കും മലയാളം ബൈബിൾ അവൈലബിൾ അല്ല. ആകെപ്പാടെയുള്ളത് തോമസ് മൂത്തൻ്റെച്ചൻ ബെറ്റർ ലൈഫിൽ പബ്ലിഷ് ചെയ്ത പുസ്തകം കിട്ടാൻ അത് അവൈലബിൾ അല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ RSV കൊണ്ടുപോകും. മലയാളം എനിക്കറിയാൻ മേലാത്ത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ക്ലാസ് എടുക്കണം, വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ എങ്ങനെയും കഴിയുന്നത് വേഗം ഒരു മലയാളം തർജ്ജമ ഉണ്ടാകുന്നുള്ളത് എൻ്റെ പേഴ്സണൽ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു.